ഒരു പ്രാർത്ഥന ഗാനമായിട്ട് ആദ്യം അവതരിപ്പിക്കുന്നു. എന്നിൽ വാഴും പൊന്നേശുവേ, നിന്നെ വണങ്ങുന്നു. നിന്നോടൊന്നായി ചേർന്നിരിപ്പാൻ നിൻ കൃപ തൂകണേ. നിന്നോടൊന്നായി ചേർന്നിരിപ്പാൻ നിൻ കൃപ തൂകണേ. ഞാനില്ലാതായി നീ എല്ലാമായി, നീ മാത്രമെന്നിൽ വാണിടുക. ഞാൻ നിന്നിലായി നീ എന്നിലായി, അങ്ങനെ നമ്മൾ ഒന്നായിടാം. വിശ്വാസത്തിൻ സ്നാനത്താലേ നിന്നോട് ചേർന്നതല്ലേ. വിശ്വാസത്തിൻ സ്നാനത്താലേ നിന്നോട് ചേർന്നതല്ലേ. നീയില്ലാതെ ഈ മഹിയിൽ ജീവിതം വേറൊന്നില്ല. നീയില്ലാതെ ഈ മഹിയിൽ ജീവിതം വേറൊന്നില്ല. യേശുവേ, നിൻ ജീവിതം ഞാൻ ഇന്നേറ്റു ജീവിച്ചിടാം. യേശുവേ, നിൻ ജീവിതം ഞാൻ ഇന്നേറ്റു ജീവിച്ചിടാം. അങ്ങേരക്ഷാ ദൗത്യവും ഞാൻ ഇന്നും തുടർന്നിടാം. അങ്ങേരക്ഷാ ദൗത്യവും ഞാൻ ഇന്നും തുടർന്നിടാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പേര് ജോസഫ് മനക്കിൽ. മനക്കിലച്ഛൻ എന്ന് പലരും പറയുന്നതുകൊണ്ട് അച്ഛൻ ചേർത്താൽ കുഴപ്പമില്ല. അങ്ങനെ ആയിപ്പോയി. 49 കൊല്ലമണി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ വീട് വടക്കം പറവൂരടുത്ത് ഗോതിരത്ത് എന്ന ഗ്രാമത്തിലാണ്. കത്തോലിക്ക പാരമ്പര്യമുള്ള അച്ഛന്മാരും കന്യാസിയുമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, ഗ്രാൻഡ് അങ്കിള് ഒരച്ഛനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എനിക്ക് കിട്ടിയത്, ജോസഫ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലടികൾ ആ തറവാട്ടിൽ ഞങ്ങളുടെ തലമുറയിൽ ചെയ്യാനുള്ളത് ഞാനാണ് എന്നുള്ള ബോധ്യം കുഞ്ഞുനാളിൽ എനിക്ക് കിട്ടി. അങ്ങനെ വീട്ടിലെല്ലാവരും പറയുകയും ചെയ്തു. അതുകൊണ്ട് ആ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് 4 വയസ്സ് മുതൽ പള്ളിയിൽ പോയി, 7 വയസ്സ് മുതൽ പള്ളിയിൽ പാടാൻ തുടങ്ങി, 12 വയസ്സ് മുതൽ പള്ളിയിൽ ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു അൾത്താരപാലനായിട്ട്. 16 വയസ്സിൽ നിയോഗപ്രകാരം ഞാൻ സെമിനാരിയിൽ പോയി വൈദ്യപഠനാർത്ഥം. 2 കൊല്ലം ലാറ്റിൻ, 3 കൊല്ലം തത്വശാസ്ത്രം, 4 കൊല്ലം ദൈവശാസ്ത്രം. ദൈവത്തിന് വചനം മാത്രം അറിഞ്ഞില്ല. അതിന് തുടർച്ചയായിട്ട് പള്ളിയിൽ നടക്കുന്നതെല്ലാം ശ്രേഷ്ഠവും പള്ളിയിലച്ഛൻ പറയുന്നതെല്ലാം പ്രമാണവുമായിട്ട് തലമുറകളായിട്ട് പോകുന്ന കൂട്ടത്തിൽ ഞാനും പോന്നു. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ 76 ഞാൻ അറിയുന്നു, ബൈബിളിൽ അറിയുന്നു. അപ്പോൾ ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതുവരെ പള്ളിയിലെ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൽ ഞാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. പള്ളിയിലെ ആരാധനക്രമങ്ങൾ രചിക്കുന്നതിലും ഭക്തഗാനങ്ങൾ രചിക്കുന്നതിലെല്ലാം മുമ്പിലായിരുന്നു. 71 പൂർത്തിയായി, അതിന്റെ വർക്കെല്ലാം പൂർത്തിയായി. 76 കരിസ്മാറ്റിക് ധ്യാനം കൂടിയപ്പോഴാണ് ബൈബിളായിട്ട് പരിചയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾ ആ അവസരത്തിൽ എൻ്റെ ഉള്ളിൽ തട്ടി. 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും എനിക്ക് ബോധ്യം വന്നത്, ഒരാൾ വിശ്വാസിയാകുന്നത് പാരമ്പര്യം കൊണ്ടാവില്ല. ഞാൻ മണിക്കുടുത്തിൽ എൻ്റെ അപ്പൻ്റെ പേര് മൈക്കിളാണ്. മൈക്കിൾ സാറിന്റെ മകനായതുകൊണ്ട്
മൈക്കിൾ സാറിന്റെ വിശ്വാസം എനിക്ക് കിട്ടൂല. മൈക്കിൾ സാറിന്റെ എന്ത് കിട്ടും? എന്തിനാണ് കുടുംബസ്വത്തിൽ അവകാശം കിട്ടും, പക്ഷെ വിശ്വാസത്തിൽ അവകാശം കിട്ടൂല. അത് ഓരോരുത്തരും തീരുമാനമെടുത്ത് വചനമനുസരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് തീരുമാനമെടുക്കുമ്പോഴാണ് വിശ്വാസിയാകുന്നത്. ആ ബോധ്യം എനിക്ക് കിട്ടിയ ആദ്യം. രണ്ടാമത്, ദൈവവേല എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കലാണ് അടിസ്ഥാനപരമായിട്ട് കർമ്മങ്ങൾ ചെയ്യലല്ല. അതുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ മാറിയെന്ന് ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് സൗകര്യം കിട്ടി, കാരണം ഇടവക ഭരണം ഞാൻ എടുക്കില്ല തീരുമാനിച്ചു. കോളേജിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഫ്രീഡം കിട്ടി. എങ്കിലും 83 ഞങ്ങൾ സഹായമെത്രാനോട് 3 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു, വി പ്രീച്ച് ഇൻക്ലൂഡിംഗ് മീ, ഞാൻ ഉൾപ്പെടെയുള്ള വൈദിക സമൂഹം ആർ മിയർ ഫങ്ഷണറീസ്, നോട്ട് മിഷണറീസ്. In the sense they do certain functions but do not know what is the mission and do not execute it. Secondly, we preach, including me, preach more about saints than Christ himself. Third, we preach, including me, our ministries are more for the dead than for the living. അത് എന്ത് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ മാറുവെച്ചോ? മാറണം, പക്ഷെ സമയമെടുക്കും. ഇപ്പൊ ഞാൻ ചോദിച്ചു, എന്തോരം സമയമെടുക്കും? 10-25 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറയും, ഒരു 25 കൊല്ലം എനിക്ക് വെയിറ്റ് ചെയ്യും, ഇപ്പോഴത്തെ ആരോഗ്യം നോക്കിയാൽ. പക്ഷെ ഒരു ആയുസ് നീട്ടിത്തരാമെന്ന് ഉറപ്പ് തരാമെങ്കിൽ പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതിന് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയുന്നു, എന്റെ ആയുസ്സിൽ എന്റെ ബോധ്യം അനുസരിച്ചുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും. ഇല്ലെങ്കിൽ നിത്യവിധിയാളിന്റെ മുമ്പിൽ ഞാൻ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്നാനപ്പെട്ട് വേറെപ്പെട്ടപ്പോൾ സഭ എന്നെ ശിക്ഷിച്ചു, ഭ്രഷ്ട് കൽപ്പിച്ചു, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് എഴുതി, നിത്യവിധിയാളിന്റെ മുമ്പിൽ കുറ്റവാളി ആകാതിരിക്കാനാണ് ഇപ്പോൾ ഞാൻ സഭയുടെ മുമ്പിൽ കുറ്റവാളിയായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ബൈബിൾ ഞാൻ രക്ഷിക്കപ്പെട്ടു, മനുഷ്യ നിയമം അനുസരിച്ചുകൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് എന്റെ സഭയിലെ വൈദികരും ബിഷപ്പ് ഉൾപ്പെടെ സമൂഹത്തിൽ വെച്ച് ഇത് കുറെ കൂടി വിശദീകരിച്ചു കൊടുത്തു. ഈ മെയിൻ പോയിന്റ്സ് 3 പോയിന്റ്സുകളിൽ വിശദീകരിച്ചു കൊടുത്തു. ആർക്കൊന്നും പ്രതികരിക്കാനുണ്ടായിരുന്നില്ല. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതായ ഇടങ്ങൾ, ദൈവാലയങ്ങൾ ഇന്ന് തിരുക്കർമ്മ വ്യാപാര കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ വിലവര പട്ടിക നോക്കിയാൽ മതി. ഒറ്റ കുർബാന, പാട്ടു കുർബാന, കൂടുതുറന്ന കുർബാന, തിരികത്തിച്ച കുർബാന. പ്രൈസ് ദി ലോർഡ്. ഇതാരും പ്രതികരിച്ചില്ല. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് വളരെ പ്രയാസം തോന്നി. ഒന്ന് പിണങ്ങെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. വാട്ട് നോൺസെൻസ് ആർ യു സേയിങ് എന്ന് ബിഷപ്പ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാതെ കേട്ടെന്ന്. ഒന്നും മിണ്ടിയില്ല. ഞാൻ അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ മാറി നിന്ന് വിമർശന വിലയിരുത്തിയിട്ട് എതിർപ്പോടെ ശക്തിയായിട്ട് സംസാരിച്ചിട്ട് ആരും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, ഇൻക്ലൂഡിങ് യു ബിഷപ്പ്. അതെന്നെ നെഞ്ചത്ത് കൈവച്ചാൽ പറഞ്ഞത്, കാരണം എന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക്. ഇൻക്ലൂഡിങ് യു ബിഷപ്പ്. അപ്പൊ അദ്ദേഹം പറയുന്നു, എന്ത് പ്രതികരിക്കാൻ, അച്ഛൻ കാര്യമല്ലേ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് മനസ്സിലായി, കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷെ മാറ്റാൻ തയ്യാറില്ല, മാറാൻ തയ്യാറില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മാറണം എന്നെനിക്ക് തീരുമാനമെടുത്തു. പക്ഷെ എങ്ങനെ പോരും? രാജിവെച്ചു പോരാ. ഞാൻ രാജിവെച്ചു പോകുന്നു, ശരിയാണ്. പക്ഷേ സഭയിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പണ്ടിരുന്ന ഇടവകയിലെ ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നൊരു കുടുംബത്തിലെ ഇളയ കുട്ടി 10-50 വയസ്സായപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, അച്ഛാ, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷയ്ക്ക് അർഹനാകും. ഞങ്ങളോട് ചോദിച്ചു, അതിന് നിനക്കെന്ത് വേണം? അപ്പോൾ ഞാൻ വിശ്വസിച്ച് സ്നാനപ്പെട്ടിട്ടില്ല. ഓഹോ, അതാണ് പ്രശ്നം.
നീ സ്ഥാനപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം നിനക്ക് ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തതെന്ന് നിന്നെ കുസുക്കളി കൊണ്ടേ ആക്കിയതല്ലേ, ഓർക്കില്ലേ? നീ മാമസം മുങ്ങിയത് തന്നെ, സ്ഥാനപ്പെട്ടത് തന്നെ. അപ്പോൾ അവൾ ഇങ്ങനെ ഒരു ചോദ്യം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചല്ലല്ലോ സ്ഥാനപ്പെട്ടത്. ഓഹോ, അന്നൊരു കാര്യം ചെയ്ത് നീ സ്ഥാനപ്പെട്ടെന്ന് സമ്മതിച്ചാൽ ഇനി അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. അടിച്ച വഴി പോയില്ലെങ്കിൽ അവൾ മിണ്ടാതെ പോയി. അവൾ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടിയില്ല. അപ്പോഴാണ് 2 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഓർത്തു, പണ്ട് കർത്താവ് ഒരു സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അവൾ ഒരിക്കലും കൂട്ടിക്കൊണ്ടുവന്നില്ല, ജനങ്ങളെ മുഴുവനും കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ഇവൾ എന്തിനാ ഭർത്താവിനെ കൂട്ടിക്കൊന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ തന്നെ ഉത്തരം കണ്ടുപിടിച്ച്, ഈ ഭർത്താവിന് ഈ വിഷയം അംഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം അയാളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഇവളോട് സംസാരിച്ചില്ല. ഭർത്താവിനോട് പറഞ്ഞു, ഇവൾക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക് 2 കാര്യങ്ങൾ പ്രയാസമുണ്ട്, എന്നോട് നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്, വിശ്വസിച്ച് സ്ഥാനപ്പെട്ടിട്ടില്ല എന്നൊരു കുറ്റബോധം അവളെ അലട്ടുന്നു. 2, രക്ഷയെക്കുറിച്ച് അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവളെ വിശ്വസിച്ച് ഒന്നുകൂടി മുങ്ങി സ്ഥാനപ്പെടാൻ അനുവദിക്കുക. കുറ്റബോധം പോരട്ടെ, രക്ഷയ്ക്കുറിപ്പുണ്ടാകട്ടെ. അവർ എഴുന്നേറ്റ് പോയി. അവൾ കിട്ടേണ്ടത് കിട്ടി, അയാൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് അയാൾ 6 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ഇവൾ 6 മാസം കൂടി വെയിറ്റ് ചെയ്തിട്ട് തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു പരിചയമുള്ള പാസ്റ്റർ അടുത്ത് പോയി സ്ഥാനപ്പെട്ടിച്ചും എൻ്റെ അടുത്ത് വരികയാണ്, അച്ഛൻ സ്ഥാനപ്പെടണം. ഹല്ലേലൂയ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനാണ് ഈ കളിയൊക്കെ കളിച്ചത്. ഏതായാലും എൻ്റെ മനസ്സിൽ ദൈവം ഒരു ഉൾക്കാഴ്ച തന്നു. ദൈവത്തിന്റെ വലിയ സ്നേഹം കൊണ്ട് വിജ്ഞാനവും വിവേചനവും മറച്ചുവെച്ച് എളിയവർക്കും അശുചികൾക്കും ദൈവരാജ്യ മർമ്മങ്ങൾ വെളുപ്പിക്കൊടുത്ത ദൈവമേ നിനക്ക് സ്തുതിക്കുന്നു ഞാൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞു, ഞാനും അത് ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരുങ്ങി 1 കൊല്ലം മുഴുവൻ ദൈവസ്വരം കേൾക്കാൻ കാത്തിരുന്നു. ദൈവം സംസാരിക്കും, ഞാൻ കാത്തിരുന്നു, സംസാരിക്കുന്നില്ല. അപ്പോൾ ഒരു ജോഷോ ജനറേഷനിലൊരു പാസ്റ്റർ, എടുത്തുള്ളൊരു പാസ്റ്റർ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് ഒരിക്കൽ വന്നപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിന്ന് പറഞ്ഞു, ശുശ്രൂഷ കഴിഞ്ഞ് ആവശ്യമുള്ളവർക്ക് പോകാം, പക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയത്തിന് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവിടെ നിൽക്കാം. അങ്ങനെ ഞങ്ങൾ 5-6 പേര് നിന്നു. ഞാൻ 4ാമത്തെ ഒരാളായിട്ട് ഞാനവിടെ നിന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് തലയിൽ കൈവച്ചിട്ട് ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. യു ഹാവ് ടു ടേക്ക് എ സ്റ്റെപ്പ് ആൻഡ് യു ആർ സ്റ്റിൽ വേവറിംഗ് ടു ടേക്ക് ദാറ്റ് സ്റ്റെപ്പ് ആൻഡ് യു ടേക്ക് ദാറ്റ് സ്റ്റെപ്പ് ഗോഡ് വിൽ പ്രൊവൈഡ് യു വിത്ത് ദ മിനിസ്ട്രീസ് ദാറ്റ് ആർ ലാക്കിംഗ് അറ്റ് ദ മൊമെന്റ്. അച്ഛന് സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്, ഇപ്പോൾ അമാന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവിക വേലകൾ കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാനത് ദൈവം സംസാരിച്ചതായിട്ട് ഞാൻ വിശ്വസിച്ചു. ഞാൻ കരിസ്മാറ്റിക് ധ്യാനം 25 കൊല്ലം നടത്തിയതാണ്. അന്നും ഈ പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കും എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോൾ അംഗീകരിച്ചു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം സംസാരിച്ചു എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഏറ്റവും അടുത്ത അവസരത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ ധ്യാനം നടക്കുമ്പോൾ അവിടെ പോയി ധ്യാനം കൂടി. മുമ്പൊരിക്കൽ കൂടിയിട്ട് ദൈവം സംസാരിക്കാൻ കാത്തിരുന്നാണ് ഞാൻ. ഇപ്പം ഞാൻ ഇനി കാത്തിരിക്കുന്നില്ല, ദൈവം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ ധ്യാനാവസരത്തിൽ പറഞ്ഞു, എന്നെ സ്ഥാനപ്പെടുത്തണം. അങ്ങനെ 2004 ജനുവരി 1-ാം തീയതി ഞാൻ അവിടെ സ്നാനപ്പെട്ട് തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഒരു ശിശുവാണ്, 4 വയസ്സ് പ്രായമുള്ളൊരു ശിശുവാണ്. അത് ഓർക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മഹാജനങ്ങളുടെ മുമ്പിൽ, എൻ്റെ ഏട്ടന്മാരുടെയും ചേച്ചിമാരുടെയും മുമ്പിൽ കൈ തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഏകജാതനായിട്ട് ലോകത്തിലേക്ക് രക്ഷക്കായിട്ട് വന്നു. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ പൗലോസിൽ എഴുതിയിരിക്കുന്ന ആദ്യ ഫലം എന്നോണം അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം രക്ഷപൂർത്തിയാക്കിയ യേശുക്രിസ്തു ആദ്യജാതനായി. സ്നാനത്താൽ അവനോട് ചേർക്കപ്പെടുന്ന എല്ലാവരും അവന്റെ അനിയന്മാരും അനിയത്തിമാരുമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബിഷപ്പിന്റെ അടുത്ത് ചെന്നു റിപ്പോർട്ട് ചെയ്തു. സ്നാനപ്പെട്ടെന്നല്ല, ഞാൻ സഭയിൽ നിന്ന് വിട്ടുപോയാണ്. കാരണം എന്താണ്, സുവിശേഷം അറിയിക്കാനാണ് കർത്താവിന്റെ ദൗത്യം. അതിവിടെ നിർവഹിക്കുന്നില്ല. എനിക്കിപ്പോൾ സുവിശേഷം അറിയിക്കണമെന്ന് തോന്നിയാൽ ഞാൻ അനുവാദം മേടിച്ചിരിക്കണം. ഞാനത് തയ്യാറല്ല. എന്നെ വെറുതെ വിട്ടേര്, ലീവ് മീ അലോൺ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വെറുതെ വിട്ടേരെന്ന് പറഞ്ഞിട്ട് പോയാലും വിടാൻ പോണെന്നില്ലെന്ന്, ശിക്ഷയുണ്ടാവും. ഓക്കെ, എന്ത് ശിക്ഷ ആയിക്കൊള്ളട്ടെ, എന്തും വരാതിരിക്കട്ടെ. യേശുക്രിസ്തുവിനെ പ്രതി ഞാൻ സകലതും
ഉച്ചിഷ്ടമായിട്ട് കണക്കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതില്ല. പിന്നീട് അദ്ദേഹം എന്നോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. വിശദീകരണ കത്തായിട്ട് ഞാൻ എഴുതി കൊടുത്തു. ഇംഗ്ലീഷിലാണ്. വൈ എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് എഴുതി കൊടുത്തു. അതിലെ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്: ദിസ് ഈസ് ടു ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് റിലിംഗ്വിഷ്ഡ് ആറോണിക് ട്രഡീഷണൽ കാത്തലിക് പ്രീസ്റ്റ്ഹുഡ്, അഹ്റോൻ പാരമ്പര്യമുള്ള കത്തോലിക്ക പാരമ്പര്യം പൗരോഹിത്യം ഉപേക്ഷിച്ചിട്ട്, ആൻഡ് അക്സെപ്റ്റഡ് ദ റോയൽ പ്രീസ്റ്റ്ഹുഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലെ രാജ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കും. പിന്നെ ഞായറാഴ്ച പള്ളിയിൽ അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ, പള്ളിയുടെ അടുത്താണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത്, എനിക്ക് വ്യക്തമായിട്ട് ഈ ഭാഗം കേൾക്കാൻ പറ്റി. മനക്കിലച്ചൻ പൗരോഹിത്യം ഉപേക്ഷിച്ചിരിക്കുന്നു. മറ്റു മിണ്ടിയില്ല. ഏത് പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് മിണ്ടിയില്ല. ഞാൻ 24 മണിക്കൂറിനുള്ളിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് 3000 കോപ്പി അടിച്ച് ഇടവയിലെ എല്ലാ വീടുകളിലും എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ട്രാക്റ്റാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞ് 10,000-50,000 കോപ്പികൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം എനിക്കൊരു ശിക്ഷ കൽപ്പിച്ചു. എക്സ്കമ്മ്യൂണിക്കേഷൻ, സസ്പെൻഷൻ, ഇങ്ങനെ പല നിയമവകുപ്പുകളുണ്ട്. കാനൂൻ നിയമം അനുസരിച്ച് ഓരോ വകുപ്പനുസരിച്ചുകൊണ്ട് ഓരോ ശിക്ഷകളാണ്. ഹല്ലേലൂയ. മതത്യാഗം എന്നൊരു വകുപ്പുണ്ട്. അതിന് അപ്പോസ്റ്റസി എന്നല്ല പറഞ്ഞത്, അപ്പോസ്റ്റസി എന്ന് പറയും. അപ്പോസ്റ്റസി, അതിന്റെ പേരിലൊരു ശിക്ഷ. പിന്നെ ഞാൻ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ജനങ്ങളുടെ ആ സിമ്പിളായിട്ടുള്ള ഫെയ്ത്തിനെ ഞാൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശിക്ഷ. ഇപ്പം 5-6 ശിക്ഷകളെ ഏൽപ്പിച്ചു. എന്താകട്ടെ, ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവത്തിന്റെ വചനം ബൈബിള് ദൈവവചനമാണെന്നും അത് മനുഷ്യരക്ഷയ്ക്കുള്ള സന്ദേശമാണെന്നും അടിവരയിട്ട് മെത്രാൻ സമിതി തന്നിരിക്കുന്ന POC ബൈബിൾ ഉപയോഗിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞാൻ രക്ഷ സ്വീകരിച്ചതിന് ഇങ്ങനെ ഒരു ശിക്ഷയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഏതായാലും ഞാൻ പുറത്തു വന്നു. അതിനുശേഷം ഞാൻ 1 കൊല്ലത്തോളം എന്ത് ജനറേഷനാണ്? കവനന്റ് പീപ്പിൾ അല്ലേ, സോറി, ഞങ്ങൾ ഒരുമിച്ച് കവനന്റ് മിനിസ്ട്രിയിൽ ആയിരുന്നു. അതിനുശേഷം ഞാൻ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഫെയ്ത്ത് സീറ്റ് ചർച്ച് എന്ന് ഓമനെ പേരിട്ടിരിക്കുന്ന ആ സഭാ സമൂഹത്തിലേക്ക് കടന്നു ചെന്നു. ഞാൻ അവിടെ ഒരു മെമ്പറാണ്. ഷോള മിനിസ്ട്രിയിലെ ഒരു മിനിസ്റ്ററാണ്. ഒരു ധ്യാനം നടത്താനുള്ള കേന്ദ്രം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. താമസിച്ച് ദൈവത്തിന്റെ വചനം കേട്ട് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാൻ പലരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമത്തിലാണ്. അതിന്റെ പ്രവർത്തനമാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവകൃപയാൽ ലത്തീൻ കത്തോലിക്ക ആരാധനക്രമങ്ങളിൽ പാട്ടുകളായിട്ടും 25 കരിസ്മാറ്റിക് മൂവ്മെന്റിലുള്ളതായ പാട്ടുകളായിട്ടും കൺവെൻഷൻ ഗാനങ്ങളായിട്ടും ഒക്കെ 600ഓളം ഗാനങ്ങൾ രചിക്കാൻ ദൈവം കൃപ നൽകി. ഇപ്പോൾ ഞാൻ പാടിയ പാട്ട് സ്നാനപ്പെട്ട ശേഷം കർത്താവിലേക്ക് നൽകിയ ഒരുപാട് പാട്ടുകളുണ്ട്. സ്നാനപ്പെട്ട ശേഷം വേറെ രീതിയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ നൽകിക്കൊണ്ടുള്ള പാട്ടുകളാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് ഈയിടെ ഒരു വൈദിക ശ്രേഷ്ഠൻ എൻ്റെ അടുക്കൽ വന്നിട്ട് അച്ഛന് സുഖമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഐ ആം വെരി ജോയ്ഫുൾ ഇൻ ദ ലോർഡ്. അല്ല, അച്ഛന് സന്തോഷം തന്നെയാണെന്നൊരു ചോദ്യം രണ്ടാമത്. അപ്പൊ ഞാൻ ഒരു പാട്ട് പാടി. ആനന്ദമേ, സ്വർഗീയ ആനന്ദമേ, ക്രിസ്തുവോട് ചേർന്നുള്ള ജീവിതം. ഹല്ലേലൂയ. ആനന്ദമേ, സ്വർഗീയ ആനന്ദമേ, ക്രിസ്തുവോട് ചേർന്നുള്ള ജീവിതം. സൗഭാഗ്യത്തിൽ, നിത്യ സൗഭാഗ്യത്തിൽ, മന്നിതിൽ മുന്നാസ്വാദനം. സൗഭാഗ്യത്തിൽ, നിത്യ സൗഭാഗ്യത്തിൽ, മന്നിതിൽ മുന്നാസ്വാദനം. ക്രിസ്തുവാമേശുവോടൊന്നായി ചേർന്നു ഞാൻ വിശ്വാസ സ്നാനത്താലേ. നിത്യനേശുവിൽ ജീവിച്ചിടുന്നു ഞാൻ പുത്തനാം സൃഷ്ടിയായി. സ്വർഗീയ രാജ്യത്തിൽ പൗരത്വം തന്നേശു തന്നോടൊപ്പം ഇരുത്തി.
ആദിമുതേ ആദിയാലുള്ളതാ ദിവ്യമഹത്വത്തിൽ വീണ്ടും പങ്കാളിയാക്കി. ഹല്ലേലൂയ. ഇവിടെ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ നിത്യജീവത്തിന് അവകാശിയായിരിക്കുകയാണ്. അവിടെ സ്വർഗത്തില് സീറ്റ് റിസർവ് ചെയ്തിരിക്കുകയാണ്. തന്നോടൊപ്പം ഇരിക്കുന്നു പറഞ്ഞാൽ റിസർവ് ചെയ്തിരിക്കുന്ന അർത്ഥമാണ്. ഞാൻ ഈ ശരീരം വിട്ട് അവിടെ പോകാൻ പറ്റില്ല, അല്ല അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ വരണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇറ്റ് ഈസ് റിസർവ്ഡ് ദേർ. ജീവന്റെ പുസ്തകത്തിലെ പേര് എഴുതി ചേർത്തിട്ടുണ്ട്. ഈയിടെ 76 വയസ്സുള്ള ഒരു സ്ത്രീ സ്നാനപ്പെടാൻ വന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, അല്ല 86-ാമത്തെ വയസ്സിൽ ഞങ്ങളോട് ചോദിച്ചു, ഇപ്പോൾ സ്നാനപ്പെടാൻ തോന്നാൻ കാരണം എന്താണ്? അവർ പറഞ്ഞു, ജീവന്റെ പുസ്തകത്തിൽ പേര് വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. എന്റെ ടാക്റ്റിലെ ഒരു വിഷയം അവർ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. പിള്ളമാമോസം കൊണ്ട് പള്ളിയിൽ ചേരാം, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാവില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാവണമെങ്കിൽ മുങ്ങി വിശ്വാസത്തോടെ സ്നാനപ്പെടണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അനേക സ്ഥലങ്ങളിൽ പോയി സാക്ഷ്യം പറയാറുണ്ട്, വചനം പങ്കുവയ്ക്കാറുണ്ട്. അതിന് ഇപ്പോഴത്തെ മിനിസ്ട്രി ഞങ്ങളുടെ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ അവിടെ ഹെൽഡപ്പ് ആകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഈ സുവിശേഷവുമായിട്ട് നാനാഭാഗത്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവം വഴി നടത്തുന്ന പോലെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.